റിനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഹോം മെയ്ഡ് ബ്രോസ്റ്റഡ് ചിക്കനാണ്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ ഈ ബ്രോസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കൻ എടുക്കാം. ഞാനിവിടെ ഒരു ഫുൾ ചിക്കന് നല്ലപോലെ കട്ട് ചെയ്തിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ നല്ലപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മളിത് ബ്രോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിൽ ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ഓട്സ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഓട്സിന് പകരം കോൺഫ്ലേക്സ് ഒന്ന് പൊടിച്ച് ചേർത്താലും മതിയാവും. പിന്നെ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. രണ്ട് മണിക്കൂർ ചിക്കൻ നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം. ഒരു അരിപ്പ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനെ നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ തന്നെ ചിക്കൻ ഒന്ന് നല്ല സോഫ്റ്റായി കിട്ടിയ പോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെ നീരാണ്, അതൊഴിച്ചു കൊടുക്കാം. പിന്നെ സോയാ സോസ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ ഈ ബ്രോസ്റ്റിനുള്ളത്. അത് ഏകദേശം 1 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു നുള്ളു ഉപ്പിട്ടാൽ മതി. നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെള്ളത്തിൽ വെച്ചതായിരുന്നില്ലേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1/2 മണിക്കൂറിന് ശേഷം ചിക്കൻ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഒരു പീസ് എടുത്തിട്ട് ഈ ഫ്ലോർ മിക്സിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിക്സിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് എല്ലായിടവും വരത്തക്ക രീതിയിൽ വേണം ഇത് മുക്കിയെടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഈ ഒരു പൊടി മിക്സിലിട്ടിട്ട് എടുക്കാം. എന്നിട്ട് ഈ എഗ്ഗിൻ്റെയും പാലിൻ്റെയും മിക്സിലിട്ടിട്ട് വീണ്ടും ഒന്ന് മുക്കിയെടുത്ത് ഈ പൊടി മിക്സിലിട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 2 പ്രാവശ്യം നമ്മളിത് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ 2 പ്രാവശ്യം ചെയ്യുമ്പോൾ ചിക്കൻ്റെ പുറം നല്ല ക്രിസ്പി ആയിരിക്കും ഇത് ഫ്രൈ ചെയ്തെടുത്താൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്യാം. അപ്പോൾ എല്ലാം നമ്മൾ ചിക്കനിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സാരമില്ല, ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കാം. പിന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ഈ ബ്രോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ, അല്ലെങ്കിൽ പുറം പെട്ടെന്ന് അങ്ങോട്ട് ഫ്രൈ ആവും, ഉള്ളു വേവാത്തൊരു പോലെ ആയിരിക്കും. അപ്പോൾ ചിക്കൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഈ സൈഡും നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ചെറിയ തീയിലിട്ടിട്ട് വേണം. ഓക്കെ, അപ്പം നമ്മുടെ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ എല്ലാ സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് എടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഒരു വ്യത്യസ്ത തരത്തിലൊരു ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക നിങ്ങൾ. ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.